ഇവിടെ സാരി ബ്ലൗസ് ഒന്നും വാങ്ങാൻ സ്ഥലത്ത് കല്യാണം കൂടെ അവിടെ വിൽപ്പനയൊന്നും ഇവിടെ നടക്കൂല. ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടാണ് ഈ സമയത്തൊക്കെ വിൽക്കാൻ വരുന്നെങ്കിൽ ഇവിടെ കല്യാണം നടക്കുന്ന സ്ഥലം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞാന് ഇങ്ങോട്ട് വേണ്ടടോ. ഞാനിത് ഇങ്ങോട്ട് കൊണ്ടുപോകണേ. എന്തിനാണോ എന്നാ പൊതപ്പിക്കാനോ? എനിക്കിത് വേണ്ട. നിങ്ങളൊരു ലക്ഷണം കെട്ട കുടുംബമാണല്ലോ, അവര് അന്വേഷിച്ചില്ലേ? ഈ ലക്ഷണം നോക്കാൻ വന്ന കൈനോട്ടക്കാരനാ. നിങ്ങളെ മോക്ക് ഉണ്ടോന്നാണ് ഞാൻ. എന്റെ മോക്ക് കണ്ടോനാ പരിപാടിയല്ല. അങ്ങനെയാ നിങ്ങളെ മോള് എന്റെ ഏട്ടൻ കണ്ടോനാവുക. എന്റെ ഏട്ടൻ കണ്ടോനാ? നിങ്ങൾ എന്റെ ഏട്ടൻ കൊണ്ടോ? അയ്യോ എന്റെ ഏട്ടൻ കൊണ്ടുവന്ന പൊടുത്തയച്ച് പെട്ടിയ എന്റെ ഏട്ടൻ നിങ്ങളെ മോളെ കഴിക്കില്ലേ? അയ്യോ എന്റെ മോനെ ആളെ മാറിപ്പോയി. പെട്ടെന്ന് മനസ്സിലായില്ല. ഏതോ ഒരു എന്ത് വരികയെന്നല്ല വിചാരിച്ചു. പെട്ടെന്ന് കിട്ടിയിലേക്ക്. അയ്യോ തനി സ്വഭാവം പുറത്തിന്റെ ഏട്ടനോട് വേണ്ട അറിയട്ടെ. അയ്യോ എന്താണ് മോനെ വേണ്ട അല്ലല്ല ഈ മോനെ അവിടെ വെക്ക് പെട്ടി അവിടെ വെക്ക്. പിന്നെ തിരക്ക് ഇനി ഇവിടെ ഉണ്ടാവില്ലേ? നിങ്ങള് പപ്പടപ്പടി കഴിഞ്ഞാ എന്തേ ഇതൊക്കെ നരച്ചതാണ്ടോ? വയസ്സനല്ലേ നിങ്ങള്? നര കുടിഞ്ഞ ആളൊക്കെ പപ്പട പണിക്ക് പോലെ. എനിക്ക് നിങ്ങളെ തനിയൊരു ലക്ഷണം കെട്ട സ്വഭാവം വന്നപ്പോഴേ ഉണ്ടല്ലേ മോനെ. അങ്ങനെ പറയരുത്. എന്റെ ഭാവി മരുവന്റെ അഞ്ചനായി എന്നെ സ്വീകരിക്കേണ്ട കടമ എനിക്കുണ്ട്. അത് ഞാൻ കണ്ട് ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനും പൊട്ടി ഒന്നൊക്കെ ഒരാൾക്ക് പറയാൻ പറ്റും എന്നെ കണ്ടിട്ടേ. സിക്സ് പാക്ക് അല്ലേ? എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലേ കല്യാണം പരിപാടി കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ എന്ത് ഭക്ഷണം കഴിക്കാം? ഒന്നും കഴിക്കാനില്ലേ? ഇതിന്റെ തിരക്കുണ്ടോ? എനിക്ക് തിരക്കുണ്ട്. അയ്യോ നിശ്ചയത്തിന് തിരക്കേനി. നിശ്ചയത്തിന് ഒന്നുമില്ല. ഞാൻ ഒന്നുണ്ടേ ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇവിടെ തിരക്കായതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ല. പുറത്തേനി ആ കട ഞാൻ ഇന്ന് വീട്ടിൽ വന്ന് ഈ വരുന്നതിന് ഫിഷ് മോളി, ചിക്കൻ ബിരിയാണി, കുയ്മന്തി, ബിരിയാണി ഇനി അങ്ങോട്ട് വേണം. ഭക്ഷണത്തിന്റെ കളിയാ. എന്റെ മരുവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഞ്ചും വന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ട കടമ നിൽക്കുക. തല്ലിട്ടാണ്ട കഴിച്ചില്ലേ? നിങ്ങൾ പറഞ്ഞ തല്ലേ നിങ്ങളെ സ്വഭാവം. അയ്യോ മോമ വെട്ടി അവിടേക്ക് ഭക്ഷണം കഴിച്ചിട്ട് വരാം. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നിങ്ങളോട് എന്താ അങ്ങനെ വരുമ്പോ ഉളുപ്പിലാണ് ഈ ആരാ എവിടുന്നാണ് തക്കാൻ വന്നേ? എന്നെ തന്നെടാ ഈ വന്ന് ഞാൻ ചോറിടാൻ വരും എന്റെ വീട്ടില്. നാളെ അരി എവിടെ വെക്കുന്ന അങ്ങോട്ട് വാങ്ങിയാ എന്താ ഓർത്ത് നിക്കണേ ഉളുപ്പില്ലാതെ മനുഷ്യരാളെ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. ഇറങ്ങി പോടാ മോനെ. വരൂ. എന്താ മോനെ അങ്ങോട്ട് പോകുന്നത്? വരൂ, ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങൾ അന്യനാ? എന്തിന്? നിങ്ങളിപ്പോ എന്തൊക്കെയായത്? ഞാനോ? നിങ്ങൾ നിന്ന് തുള്ളേരിന്ന് ഇവിടെ വെളിച്ചപ്പാടുമാതിരി. ഞാനോ? വാള് കയ്യിലില്ലാണ്ടോ? വാള് നിങ്ങൾ ഇങ്ങനെ കിട്ടിയ കൊന്നാൽ നിങ്ങളിപ്പോ എന്തൊക്കെയാ പറഞ്ഞ ഒരു മനുഷ്യജീവി. അയ്യോ മോനെ എനക്ക് തോന്നിയത് അച്ഛൻ ടെൻഷൻ കാരണം അങ്ങോട്ടുള്ള ആൾക്കാരോട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞു. അച്ഛൻ ടെൻഷനൊക്കെ ട്രാഫിക് പോലീസാ? അയ്യോ മോനെ ഒരു അച്ഛന്റെ വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. ഭക്ഷണം അവിടെ ചൂടാണ്. സ്ഥലത്ത് എന്തോ അവിടെ എത്തുമ്പോ ഞങ്ങൾ മാറുന്നത്. ഇല്ലല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. അവിടെ നിന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവാ? അത് ചിന്തിക്കണം. ഭക്ഷണം കഴിക്കാം. പിന്നെ ചെമ്മീൻ വറുത്ത് ഇങ്ങനെ കെട്ടക്ക കൂന്തോളൂ. വാ നിങ്ങളിതൊന്നും കൂന്തള് പൊരിച്ചത്, ഞണ്ട് ഫ്രൈ, അതൊക്കെ അടക്കട്ടെ. ഇതല്ല നിങ്ങളിപ്പോ ഞാനാ വിളിക്കണ മോനെ. ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ നേരത്തെ കൊണ്ടുപോയത്. അയ്യ ഞാനോ? എനിക്ക് അതിനെക്കാട്ടും വലിയ അങ്ങനെ പറയരുത് കേട്ടോ. ചൂല എങ്ങോട്ടാണ് എന്റെ കയ്യും പിടിച്ച് വരാ? ചൂല എടാ ഞാൻ ചേലക്കാട് പോരാത്. എന്റെ രണ്ട് കണ്ണും ഞാൻ കുത്തി പൊട്ടിക്കും. എനിക്ക് പോടാ. പറഞ്ഞത് മനസ്സിലാവാതെ മോനെ വരൂ ഭക്ഷണം കഴിക്കാൻ മോനെ വരൂ. പൊട്ടിക്കോ കല്യാണം കഴിച്ചാണ്ടാക്കണ അങ്ങനെ സ്വഭാവമുള്ളതാണ്. മോനെ വരൂ. ഭക്ഷണം കഴിക്കാൻ വരൂ. അയ്യോ മോനെ ഞാനോ? മോന്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാര്യ. കഴിക്കൂല. അയ്യോ അങ്ങനെ പറയല്ലേ മോനെ. പോവല്ലേ മോനെ. പെട്ടി ഇവിടെ വെക്കു മോനെ. ഓക്ക് കൊടുക്കാനുള്ള സാരി. എന്താ മോനെ? എന്താണ് നല്ല ഇതൊക്കെ ഉണ്ടല്ലേ? നല്ല വളയും മാലയൊക്കെ.
അയ്യോ നല്ലത് അയക്ക് അയ്യോ അയക്കടാ അയ്യോ അയക്ക് ഇയാൾക്ക് എന്തിന്? ഇയാൾക്കാരത് എന്തിനാ മോനെ? ഇയാൾക്കാരത് അയ്യോ ഞാനോ അയ്യോ ഞാൻ അടിക്കൽ എന്തിനാണ് മോനെ അയ്യോ മാമോനെ മോനെ ആള് പറയല്ലോ എന്താണ്ട് എന്റെ മോളല്ലേ അന്റെ തകരാറ് മാറട്ടെ എനിക്ക് ഭ്രാന്തായോ മോനെ അനക്കാലെ തകരാറ് മോനെ അയ്യോ മോനെ അയ്യോ എന്റെ മോൻ ഇതെന്തിനാ എനിക്ക് അയ്യയ്യയ്യോ ഞാൻ പെണ്ണിന്റെ അച്ഛനാ മോനെ ആണും പെണ്ണും പെണ്ണാണ് അയ്യോ എന്റെ മോനെ ഞാനിപ്പോ ഇതിട്ട് കഴിഞ്ഞാൽ എന്താണ് എന്റെ ഭാര്യ കണ്ട എന്താ പറയാ എന്റെ ഭാര്യക്ക് ഇനി എന്താ പരിപാടി അയ്യയ്യോ ടൗണിലേക്ക് ഇറങ്ങിക്കടാ ടൗണിലേക്ക് ഇറങ്ങിക്കങ്ങനെ സൂറെ എന്റെ ഒലക്കമല വീട്ടിലിന്റെ കൊഞ്ച് കല്യാണം മുടങ്ങിയല്ലോ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ട്. മോളെ അച്ഛല്ലേ ഇവിടെ? അച്ഛൻ തന്നെയാണ്ടോ ഇതെന്ത് കോലാന്നത്? അയ്യയ്യയ്യയ്യ എങ്ങനെന്താ പാടെ ഒക്കെ ഇതെന്ത് കോല? നിങ്ങൾ പെണ്ണിന്റെ അച്ഛനല്ലേ? പെണ്ണിന്റെ അച്ഛനാ മോനപ്പോ രണ്ടും തൊട്ടോനായി ഞാൻ അതിപ്പോ എന്താ സംഭവിച്ചത്? ഇതെന്താ സംഭവിച്ചൊന്നും പറയണ്ട മോൻ ഏ? എന്താ പോ കഥ എന്താ കഥ? എന്റെ മോളെ കല്യാണം മുടങ്ങി കല്യാണം മുടങ്ങി മുടങ്ങിയില്ലേ? അതങ്ങള് കരയുന്നില്ലേ? സ്വന്തം മോളെ കല്യാണം മുടങ്ങിയപ്പോ നിങ്ങള് കരയാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെ ഉണ്ട്? മനസ്സിലായോ? ശവത്ത് കുത്തല്ലേ അല്ല, ഞാൻ അങ്ങനെ ശാപത്ത് കുത്താൻ വേണ്ടി വന്നോന്നല്ല. അങ്ങനെ ശാപത്ത് കുത്തുന്ന ആളുമല്ല ഞാൻ. സത്യങ്ങളോട് പറയാലോ, നിങ്ങളെ മോള് പാർവതിയായിട്ട് എനിക്ക് ചെറിയൊരു ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളോട് പറഞ്ഞ അക്കല്യാണം നിങ്ങൾ മുടക്കും. അമ്മ അതിൽ ജനിസ് പെട്ടങ്ങള് അതിനെ കൊണ്ടാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പം നിങ്ങളെ ഈ നിസ്സഹായാവസ്ഥയിൽ ഞാൻ പറയാണ്, നിങ്ങളെ പാർവതിനെ എനിക്ക് കെട്ടിച്ചു തരുമോ? എന്റെ മോളെ കല്യാണം കഴിച്ചിരുന്നു കെട്ടിച്ചു തരുമോ? സത്യം പറയുന്നത് സത്യം. ഇരിക്കും മതി മോനെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അച്ഛനാ എന്റെ മോളെ കല്യാണം മുടങ്ങി കിടക്കാം സ്വീകരിക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇനി എന്റെ ഭാവി മരുവൻ തന്ന ഈ കണ്ണട ഇട്ടുകാണ്ട് നാട്ടിൽ കൂടെ ഒരു വിലസാണ്ട് കള്ള നായിന്റെ മോനെ ഉളുപ്പില്ലാത്ത ചേട്ട ഇറങ്ങി പോണാവുന്നത് യൂസ്ലെസ്. എന്താ ഇറങ്ങി പോണ യൂസ്ലെസ് ഫലോ. അപ്പൊ മോനെ നല്ല മുഹൂർത്തം നോക്കിട്ട് കഴിക്കല്ലേ? മുഹൂർത്തം എന്താണ് കാശട്ടി തലയാ വിചാരിച്ചു ഉണ്ടകട കൂത്തി പോട്ടിക്ക് ഞാൻ കണ്ട് അമ്മായിയപ്പേ എന്താണ് വിചാരിച്ച് അന്റെ മോളെ ഞാനിപ്പോ അവോട് കെട്ടിക്കൊണ്ടാവുന്ന എന്താണ് വിചാരിച്ച് അച്ഛൻ ഞങ്ങൾ അനുഗ്രഹിക്കണം.